പെരുമ്പാവൂർ സരിഗയുടെ 40-ാം വാർഷികവും 34-ാമത് നാടകോത്സവവും സെപ്റ്റംബർ 2 മുതൽ 15 വരെ നടക്കും. ആഘോഷങ്ങൾക്കായി സംഘാടക സമിതി രൂപീകരിച്ചു. വെള്ളിയാഴ്ച ഫാസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന രൂപീകരണ യോഗം മനോജ് മൂത്തേടൻ MLA ഉദ്ഘാടനം ചെയ്തു. പെരുമ്പാവൂർ സരിഗയുടെ 40-ാം വാർഷികാഘോഷത്തിന്റെയും 34-ാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെയും സ്വാഗത സംഘ രൂപീകരണ യോഗം പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. 4 പതിറ്റാണ്ടായി കലാസാംസ്കാരിക രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന പെരുമ്പാവൂർ സരിഗയുടെ വാർഷികാഘോഷവും നാടകോത്സവവും വിപുലമായ ജനപങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുവാൻ യോഗം തീരുമാനിച്ചു. NC മോഹനന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പെരുമ്പാവൂർ MLA മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെരുമ്പാവൂരിലെ നാടകോത്സവം അത് വളരെ മികവുറ്റ നാടകോത്സവം മാറും എന്നൊക്കെ സംശയം. ഞാനൊക്കെ ഇവിടെ നേരത്തെ NC പറഞ്ഞതുപോലെ ഷാജി സരിഗ എന്ന വാക്ക് നമ്മൾ എത്രയോ ചെറുപ്പത്തിൽ കേൾക്കുന്നതാണ്. നമ്മളൊക്കെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ഈ ഉത്സവ സമയത്ത് വലിയ ആൾക്കൊണ്ടൊരു ആയിരങ്ങൾ തിങ്ങി നിൽക്കുന്ന സമയത്ത് നാടകത്തിന്റെ നടുവിൽ സെൻട്രൽ ഇന്ത്യയുടെ സമയത്ത് നാടകം ബുക്ക് ചെയ്യുന്നതിന് ഷാജി സരിഗ മുണ്ടക്കൽ ടൂറിസ്റ്റോ എന്ന് പറയുന്നാല് അങ്ങനെ സ്ഥിരമായി പറയുന്നത് നമ്മൾ കേട്ട് വാസകഥകൾ നമ്മൾ വീട്ടിൽ പറയും. നമ്മളൊന്ന് കണ്ടില്ല എന്നൊക്കെ അനൗൺസ് ചെയ്യാൻ പറയും. പിന്നെ ആള് വേദിയുടെ സമീപത്ത് നിൽക്കുന്നത് വേദി എത്തിച്ചേർന്നത് കാരണം നമ്മുടെ പേരൊന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഒന്ന് വേദിയുടെ സമീപത്ത് എത്തിച്ചേർന്നൊക്കെ പറയും. അപ്പൊ ഷാജിജാനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എല്ലാ വേദിയിലും അങ്ങനെയാണ്. ഏത് പള്ളിയാകട്ടെ, ക്ഷേത്രങ്ങളാകട്ടെ, ഏത് പരിപാടികളാകട്ടെ, ആദ്യം പരിപാടിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം പോയിട്ട് കാണുന്നത് ഷാജി തന്നെയാണ്. കാരണം നാടകം ബുക്ക് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ ഗാനമേള ബുക്ക് ചെയ്തിട്ട് വേണം പ്രോഗ്രാം മറ്റാലോചിക്കാം. അപ്പൊ ആ നിലയിൽ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ ഉത്സവ പറമ്പുകൾക്കും എല്ലാ തരത്തിലുള്ള വേദികൾക്കും ഏറ്റവും സുപരിചിതനും ആത്മബന്ധുവായിട്ടുള്ള ഒരു ആളായിട്ടാണ് ഷാജിയെ നമ്മളെല്ലാം കാണുന്നത്. അദ്ദേഹം എന്താ പറയുക, ഇതിലൊരു അർപ്പണ മനോഭാവത്തോട് നിൽക്കുകയാണ്. എല്ലാ വർഷവും നാടകോത്സവം നടത്തുക എന്നുള്ളത് വലിയ റിസ്ക്കാണ്. കാരണം ഇപ്പൊ അങ്ങനെയൊന്നും ആളുകൾ 2-2.5 മണിക്കൂർ നേരം നാടകം കാണാനൊക്കെ ക്ഷമയില്ലാത്തൊരു കാലമാണ്. കാരണം നമ്മുടെ മുമ്പിൽ അഭിനയിച്ച് അവതരിപ്പിച്ച് ശബ്ദത്തോടു കൂടി തന്നെ അവതരിപ്പിച്ച ആളുകളെ കയ്യിലെടുക്കേണ്ട ഒരു കലാ രംഗത്ത് എന്ന നിലയിൽ നാടകം മുന്നോട്ട് പോകുമ്പോൾ ആളുകൾക്ക് അത്രയേറെ ക്ഷമയില്ലാത്തൊരു കാലമാണ്. ഒരു സിനിമ പോലും കാണാൻ മുഴുവൻ സമയം കാണാൻ പോലും ക്ഷമയില്ലാത്തൊരു കാലത്ത് 10 മിനിറ്റ് പോലും പരിപാടി. കാരണം ഇപ്പൊ റീൽസൊക്കെ ഇറക്കുമ്പോൾ 1.5 മിനിറ്റ് പാടില്ല, 1 മിനിറ്റ് താഴെ റീൽസ് പാടുന്ന ആളുകൾ പറയുന്നത്. കാരണം 1 മിനിറ്റ് താഴെ അത്ര ക്ഷമയുള്ളൂ ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് 2.5 മണിക്കൂർ നേരം നാടകം കാണാൻ പെരുമ്പാവൂരിലേക്ക് നൂറുകണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന ഒരു നല്ല സദസ്സിനെ സൃഷ്ടിക്കുന്നത് നമ്മുടെ ഈ പെരുമ്പാവൂരിൽ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു പാരമ്പര്യത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. അപ്പൊ ആ നിലയിൽ എല്ലാ വർഷവും നാടകോത്സവം നടക്കുമ്പോൾ പെരുമ്പാവൂർ തിങ്ങി നിറഞ്ഞ സദസ്സായി ഇപ്പോഴും ഫാസിന്റെ ഈ ഹോളും പരിസരമൊക്കെ മാറുന്നത് ഷാജിച്ചേട്ടന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇടപെടൽ കൂടി കൊണ്ടാണ്. കാരണം അദ്ദേഹം ഏറ്റവും നല്ല നാടകങ്ങൾ, ഏറ്റവും നല്ല നമുക്ക് ഒരു 100-300 സ്റ്റേജെങ്കിലും കിട്ടാൻ വേണ്ടിയുള്ള നാടകങ്ങളെയാണ് ഇവിടേക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അത് ഇവിടെ പ്രദർശനത്തിന് ശേഷം പിന്നെ ഒരു 100-300 വേദികളിലേക്ക് ഓടും. അപ്പൊ ആ നിലയിലുള്ള ഏറ്റവും മികച്ച നാടകങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്ക് പരിചയപ്പെടുത്തി നമ്മുടെ നാട്ടിൽ ഏറ്റവും ആദ്യം അത് രംഗത്ത് അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കി ഇവിടെ ഇത്ര മനോഹരമായ നിലയിൽ സജ്ജമാക്കുന്നത് ഷാജി സരിഗ എന്ന് പറയുന്ന അനശ്വരനായിട്ടൊരു കലാകാരൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമുക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കലാകാരന്റെ ഏറ്റവും പ്രത്യേകമായിട്ട് സവിശേഷമായിട്ടുള്ള നേതൃത്വമാണ്. സരിഗയുടെ 4 പതിറ്റാണ്ടുകളായുള്ള കലാസാംസ്കാരിക സേവനങ്ങൾ പെരുമ്പാവൂരിന്റെ അഭിമാനമാണെന്നും സംസ്ഥാന നാടകോത്സവം നാടകരംഗത്തിന് പുതിയ ഊർജവും പ്രചോദനവും നൽകുന്ന വേദിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. 1986 കുറുപ്പുംപടിയിൽ ഹോംടെക് എന്ന ബിൽഡിംഗ് ഡിസൈൻ സെന്റർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു നാടകത്തിൻ്റെ കോർഡിനേഷനുമായി ബന്ധപ്പെട്ട് സരിഗ എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത്. പിന്നീട് 1987-88 കാലഘട്ടത്തിൽ പെരുമ്പാവൂർ ജ്യോതി തിയേറ്ററിന് സമീപമുള്ള ലക്കി തിയേറ്ററിൻ്റെ വടക്ക് ഭാഗത്തുള്ള SN സൂപ്പർ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു വഴിയുടെ സമീപത്തുള്ള ബിൽഡിങ്ങിലാണ് അതിൻ്റെ പ്രവർത്തനം പെരുമ്പാവൂരിൽ ആരംഭിച്ചത്. അന്ന് പെരുമ്പാവൂരിലെ കലാസാംസ്കാരിക സംഘടനയായ കല എന്ന് പറയുന്ന സംഘടനയുടെ ഓഫീസ് എൻ്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നതിൻ്റെ എതിർവശത്തായിരുന്നു മാതാ ടൂറിസ്റ്റമിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. നമ്മളോടൊപ്പം ഇല്ലാത്ത 2 മഹത് വ്യക്തികളായിട്ടുള്ള ഡോക്ടർ KA ഭാസ്കരനും KM സുധാകരൻ സാറുമായിരുന്നു അന്ന് പ്രസിഡന്റും സെക്രട്ടറിയുമായി കലയുടെ ഭാരവാഹിത്വം വഹിച്ചത്. അതിനുശേഷം പിന്നീട് 1989 ജനുവരി 1-നാണ്
പെരുമ്പാവൂരിലെ പ്രശസ്തമായിട്ടുള്ള മുണ്ടക്കൽ ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്ന അവിടെ ഓഫീസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് 17 വർഷക്കാലം അവിടെയാണ് സരികയുടെ ഓഫീസ് പ്രവർത്തിച്ചത്. പിന്നീട് 2007 വേലപ്പാസ് ജുവലറി ഉടമസ്ഥയുള്ള ദർശനം കോംപ്ലക്സിലാണ് നമ്മുടെ സരികയുടെ പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത്. ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എൻ്റെ പ്രവർത്തനങ്ങളുമായി എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ടവരാണ് ഈ സദസ്സിലും വേദിയിലും ഒക്കെ ഉള്ളവർ. ഞാൻ തന്നെ, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഇത്രയും വർഷം ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പോയിരിക്കുന്ന സന്ദർഭം ഇപ്പോൾ 40 വർഷത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ അതിശയമായി തോന്നുന്നുണ്ട്. കാരണം ആ പ്രസ്ഥാനത്തോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരികമായ പ്രവർത്തനങ്ങളിൽ ഒരു ഭാഗമായി സരിക എന്ന പ്രസ്ഥാനവും അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച കൊച്ചിൻ രസികയും കൊച്ചിൻ സംഘവേദിയും ഒക്കെ അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച സംഘങ്ങളെയെല്ലാം അതിനെയെല്ലാം ഒരു കുടക്കീഴിലാക്കിക്കൊണ്ട് കൊണ്ടുപോകാൻ സാധിച്ചതിലുള്ള ആ കാര്യമൊക്കെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഏതായാലും നാടക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആദ്യകാലത്തുള്ള ഒട്ടേറെ നാടകത്തിൻ്റെ ആചാര്യന്മാരായിട്ടുള്ള ആളുകളെയെല്ലാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാടകാചാര്യനായ NM പിള്ള, അതോടൊപ്പം തന്നെ SL പുരം, O മാധവൻ തുടങ്ങിയ അത്തരം വ്യക്തിത്വങ്ങളുമായിട്ടൊക്കെയുള്ള അവരുടെയെല്ലാം പ്രവർത്തന കാലഘട്ടങ്ങളിൽ എൻ്റെ പ്രവർത്തനങ്ങളും എനിക്ക് ആരംഭിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലാം ഞാൻ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. യോഗത്തിൽ കുന്നത്തുനാട് സർക്കിൾ സഹകരണ യൂണിയൻ പ്രസിഡന്റ് MI ബീരാസ്, KK കർണൻ, ജോർജ് പവിഴം, വിജയൻ നങ്ങേലിൽ, ഫാസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NP ജയപാലൻ, പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ KN സംഗീത, മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജി C പണിക്കർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷറഫ് S, കലാ പ്രസിഡന്റ് സദാനന്ദൻ, സിനിമാ നാടക അഭിനേതാവ് പൗലോസ് പുതിയിടം, ഫൈൻ ആർട്സ് സൊസൈറ്റി സെക്രട്ടറി ബാബു എന്നിവർ സംസാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും ജനിച്ചു വളർന്നത് അസമല്ലൂർ പഞ്ചായത്തിലെ പനശ്ശയം എന്ന് പറയുന്ന തികച്ചും കുഗ്രാമമെന്ന് ഒരു കാലഘട്ടം വരെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു പ്രദേശത്താണ്. പക്ഷേ ഇതര പ്രദേശങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആ നാടിന് കലാസാംസ്കാരിക രംഗത്ത് ഉന്നതമായ പാരമ്പര്യമുണ്ടായിരുന്നു. അവിടെയാണ് ഞങ്ങളുടെ തൊട്ടടുത്ത ഒരു വീട്ടിൽ വൈദ്യ ചികിത്സ നടത്തിയിരുന്ന ഒരു വൈദ്യരുടെ നേതൃത്വത്തിൽ ഒരു വിൽക്കലാമേള സംഘം രൂപപ്പെട്ടത്. അന്ന് ആ വിൽപ്പാട്ട് സംഘത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന, അതിനെല്ലാം സമർത്ഥമായി നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട കലാകാരനും സഹോദരനുമായ ഒരു മനുഷ്യൻ ഇന്ന് നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് പരിചയം വാസുദേവൻ എന്ന പേരിലാണ്. പിന്നീട് അദ്ദേഹം നാടകത്തിൽ അഭിനയിച്ചു, നാടകം സംവിധാനം ചെയ്തു. ഞങ്ങളെ എല്ലാം വഴിതെറ്റിക്കുന്നതിൽ മുഖ്യ പങ്ക് നിർവഹിച്ചയാളാണ് ശ്രീ പരിചയം വാസുദേവൻ എന്ന വാസുവല്ല. ഞങ്ങളുടെ നാട്ടിൽ അമച്വർ നാടക സംഘങ്ങൾ ഇങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ പറമ്പിൽ നിൽക്കുന്ന അടയ്ക്കാമരൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് സ്റ്റേജ് ഉണ്ടാക്കി എവിടെയെങ്കിലും പോയി നാടക നടിയെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വരിക, തബലിസ്റ്റിനെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വരിക, ഹാർമോണിയത്തിനെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വരിക, അങ്ങനെ എല്ലാവരും ചേർന്ന് നാടകം ഉണ്ടാക്കുക, നാടകം അവിടെ അവതരിപ്പിക്കുക. അതൊരു മഹാസംഭവമായിരുന്ന ഒരു പ്രദേശത്ത്. തൊട്ടടുത്ത ക്ഷേത്രാങ്കണങ്ങളിൽ എവിടെയെങ്കിലും നാടകം അവതരിപ്പിക്കപ്പെട്ടാൽ അവിടേക്കെല്ലാം അവനവന്റെ കീശയിൽ പൈസ ഇല്ലെങ്കിൽ അടുത്തുള്ളവന്റെ കീശയിൽ നിന്ന് പൈസ എടുത്ത് വാഹനം അറേഞ്ച് ചെയ്ത് കൂട്ടത്തോടു കൂടി നാടകം കാണാൻ പോയിരുന്ന ചെറുപ്പക്കാരുടെ ഒരു നാട്. അങ്ങനെയുള്ള പ്രദേശത്ത് ജനിച്ചു വളർന്ന ഷാജി എന്ന പേരുള്ള PA ഷാജി എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഇന്ന് നാം കാണുന്ന ഷാജി സരികയായി വളരാനല്ലാതെ മറ്റൊന്നിനും കഴിയുമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാലത്തിന്റെ കാവ്യരീതി എന്നോ കാലത്തിന്റെ നിയോഗമെന്നോ ഒക്കെ നമുക്ക് പറയാവുന്ന ഒരു ചെറുപ്പക്കാരനിൽ, ഒരു വിദ്യാർത്ഥിയായ ഒരു കുട്ടിയിൽ നിന്നോ തൻ്റെ കൗമാരത്തിന്റെയും യൗവനത്തിന്റെയും തീക്ഷ്ണമായ ജീവിതാഭിലാഷങ്ങളെ പൂർണ്ണമായും കലാ സാംസ്കാരിക
സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമന്വയിപ്പിച്ച വ്യക്തിത്വത്തിന്റെ പേരാണ് പ്രിയപ്പെട്ട ഷാജി സരിക എന്ന് രേഖപ്പെടുത്താൻ എനിക്കേറെ ആത്മാഭിമാനമുണ്ട്. സരികയുടെ 40-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന 34ാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം 2026 സെപ്റ്റംബർ 2 മുതൽ 15 വരെ പെരുമ്പാവൂർ ഫൈൻ ആർട്സ് ഓഡിറ്റോറിയത്തിൽ നടക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ നാടക സംഘങ്ങൾ അവതരിപ്പിക്കുന്ന മികച്ച നാടകങ്ങളാണ് മേളയുടെ പ്രധാന ആകർഷണം. പെരുമ്പാവൂരിന്റെ നാടക ഹൃദയത്തിന് പുതിയ ഭാഷ്യം നൽകുന്ന, ആസ്വാദനത്തിന്റെ വർണ്ണപ്പകിട്ടൊരുക്കുന്ന സരിക പെരുമ്പാവൂരിന്റെ നാടക ഉത്സവം വീണ്ടും പെരുമ്പാവൂരിൽ വിരുന്നെത്തുന്നു എന്നുള്ളത് ഏറെ ആഹ്ലാദകരമായ ഒരു വാർത്തയാണ്. ഷാജി സരികയുടെ സംഘാടന മികവും പെരുമ്പാവൂരിലെ കലാഹൃദയങ്ങളുടെ സമർപ്പിത മനസ്സും കൈകോർക്കുമ്പോൾ കലയുടെ കമലദളമാണ് ഇവിടെ വിരിയുന്നത്. നാടകം അന്യം നിന്നു പോകുന്നു എന്ന് ഉത്കണ്ഠപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നാടകാസ്വാദനത്തിന്റെ തിരയൊഴുക്കാണ് ഫാസ് ഓഡിറ്റോറിയത്തിൽ എന്ന് നമ്മൾ കാണുന്നത്. എങ്ങനെ നാടക കലയെ വീണ്ടെടുക്കാം എന്നുള്ളതിന് പെരുമ്പാവൂരാണ് മറുപടി പറയുന്നത്. തിങ്ങി നിറഞ്ഞ സദസ്സിലാണ് എല്ലാ തവണയും ഈ നാടകോത്സവം ഇവിടെ അരങ്ങേറുന്നത്. കേരളത്തിൻ്റെ നാടകകലയ്ക്ക് ഊടും പാവും നെയ്യുന്ന ഒരനുഭവമായി ഈ നാടകമേള മാറുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. കലാപ്രേമികൾക്കും നാടകാസ്വാദകർക്കും മികച്ച സാംസ്കാരിക അനുഭവം സമ്മാനിക്കുന്ന തരത്തിലാണ് നാടകോത്സവം ഒരുക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. എന്നെ സംബന്ധിച്ച് നാടകം എന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ അക്ഷരപ്പെരുമ 12 എന്നൊരു പരിപാടിയിൽ നമ്മുടെ സൂര്യകാന്തിയുടെ ജീവന്റെ ജീവൻ എന്നൊരു നാടകമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ഞാൻ വിചാരിച്ചത് ഈ നാടകം നമുക്ക് കണ്ടാൽ മനസ്സിലാവാത്ത ഒരു വിഭാഗമെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം സാധാരണക്കാരൻ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും തന്മയത്വത്തോടു കൂടി എങ്ങനെ നമ്മൾ ഏറ്റവും കണ്ടിരിക്കുന്ന സിനിമയാണ്. അതിനകത്ത് ഒരുപാട് ഇന്നത്തെ ഒരുപാട് മോഡേൺ ടെക്നിക്സും ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സിനിമ കാണുന്നത്. പക്ഷെ നാടകം എന്ന് പറയുന്നത് എങ്ങനെ നമ്മുടെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർ പ്രതിഫലിപ്പിക്കാൻ, അവർക്ക് മനസ്സിലാക്കാനായിട്ട് അവർക്ക് എങ്ങനെയൊക്കെ സാധിക്കും. അപ്പം അതിനുള്ള ആ കലാകാരന്മാരുടെ കഴിവിനെ നമ്മൾ ശരിക്കും ഹൃദയത്തോട് ചേർത്ത് അഭിനന്ദിക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെ ഒരു സംഘാടക സമിതി നമ്മുടെ ഷാജി സരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നാടകത്തിൻ്റെ പെരുമ്പാവൂരിൻ്റെ നാടകത്തിൻ്റെ ഒരു നാടക പെരുമയ്ക്ക് ഒരു അവസാന വാക്കിലേക്ക് അതിനൊരു അർത്ഥം കൊടുത്ത വ്യക്തിത്വമാണ് ഷാജിച്ചേട്ടൻ എന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷം. നമ്മുടെ ഫാസിലെ തന്നെ ഇതിൻ്റെ സംഘാടക സമിതിയുടെ നാടകോത്സവത്തിൻ്റെ 40ാമത്തെ വർഷം നമ്മൾ ഇനിയും ഒരുപാട് നാടകങ്ങൾ എല്ലാവർക്കും അതിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അതിനെപ്പറ്റി പറയാതെ ഇപ്പം എല്ലാ വർഷവും ഇവിടുത്തെ ഈ നാടകോത്സവത്തിലെ എല്ലാ നാടകവും സ്ഥിരമായി വന്ന് കാണുന്ന ഒരു സുഹൃത്ത് അവരുടെ ഭർത്താവ് എനിക്കറിയാം. വേറെ ഉള്ള കർമ്മചേട്ടൻ അറിയാമായിരിക്കും. സൂര്യൻ സന്തോഷം എല്ലാ വർഷവും അവരെ. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും വൈകുന്നേരം ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റാഫ് കൂടിയാണത്. അപ്പോൾ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.